സുബൈർ വധം കഴിഞ്ഞിട്ട് മുഴുവൻ പാർട്ടി നേതാക്കൾക്കും മാറി നിൽക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് എനിക്ക് മാത്രമാണ് കിട്ടാതിരുന്നത്. ഒരിക്കൽ കൂടി എനിക്ക് ശ്രീ സന്ദീപ് ജി വാര്യരെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. എന്റെ ഭാഗ്യം കൊണ്ട് എന്റെ ജീവന്റെ വിഷയമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് SDPI നേതാവ് കൊല്ലപ്പെട്ടു, സുബൈർ വധം ഉണ്ടായെന്ന് അറിയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള അവർ പരസ്യമായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ 2 നേതാക്കളിൽ ഒരാൾ ഞാനാണ്. എന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല. ഞാൻ മരിച്ചോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കുമല്ലോ. അപ്പോ കേരളം മുഴുവൻ അവർക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബലിദാനിയെയും കിട്ടും, അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. ചിലർക്കെങ്കിലും തോന്നാം പോങ്ങൻ എന്തോ ഒരു വ്യക്തി വിരോധം സന്ദീപിനോട് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2-3 പ്രാവശ്യം ഈ അടുത്ത നാളിൽ തന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ എന്ന് തോന്നുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ ഒരു വ്യക്തി വിരോധമുണ്ട്, അത് തീർക്കുകയാണ് പോകൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നുള്ള ചിന്ത ആരിലെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അവരുടെ ചിന്ത, അവരുടെ തോന്നൽ, അവരുടെ മനസ്സിലാക്കൽ, അവരുടെ ആരോപണം അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും പോകനുണ്ട്. കാരണം പോകൻ ഒരു കാരണവശാലും സന്ദീപിനോടൊന്നല്ല ആരോടും തന്നെ വ്യക്തിവിരോധം സൂക്ഷിക്കുന്നില്ല. എന്നാൽ ചില വ്യക്തികളുടെ വ്യക്തിത്വത്തോട് പോകന് വിയോജിപ്പുണ്ട്, അപ്രിയമുണ്ട്, നീരസമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതല്ല. ആരോടും ഒരു വിരോധവും പോകാനില്ല. പിന്നെ മറ്റുള്ളവരോട് വിയോജിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായി എനിക്കും എന്നെക്കുറിച്ചും ഇതുമൊക്കെ തോന്നാറുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ വലിയ പിശകുകൾ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും തിരുത്തും. ചിലപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും. മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മളുടെ സ്നേഹിതരാവട്ടെ, ബന്ധുക്കളാവട്ടെ, സ്വന്തക്കാരാവട്ടെ, പരിചിതരാവട്ടെ, അങ്ങനെയുള്ള ആളുകൾ അവർ നല്ല ബുദ്ധിയോടുകൂടി നമുക്ക് പറഞ്ഞു തരും ചില കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പിശകുകൾ. അപ്പോൾ നമുക്കത് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് സത്യത്തിൽ നമ്മളുടെ ഈ സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പിശകുണ്ട് എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എനിക്ക് പാകപ്പിഴ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തിരുത്തി തരാനുള്ള ഒരു സന്മനസ് കാണിക്കണമെന്ന് പറയുന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് പാകപ്പിഴകൾ വരാം. കാരണം വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ സമൂഹത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിന് ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൂടുതൽ ആവേശത്തോടുകൂടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇന്നോവ് ഇട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിലും ശ്രീകണ്ഠേട്ടനും ഒക്കെ ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്ത ശേഷം ഓരോ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുന്നവരാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് മുഴുവൻ പരിശോധിക്കുക. എന്തുകൊണ്ടാണ് വളരെ ആത്മാർത്ഥമായി സന്ദീപിനെതിരായ രീതിയിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിബുദ്ധിമാനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ 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 കൗശലമുള്ള ഒരാളാണ്. ഒരു സംശയമില്ല, 100%. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പോകാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചാൽ, എന്റെ ചിന്തകൾക്കകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ഈ സമൂഹത്തിന്? ഒരിക്കലുമില്ല, ഒരിക്കലും ഉണ്ടാക്കില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? തീർച്ചയായിട്ടും എനിക്ക് സാമൂഹ്യ മൂല്യം വളരെ കുറവാണ്. എനിക്ക് സ്വാധീനശേഷി തീരെയില്ല, അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പിശകുകൾ പോലെയല്ല ഉന്നതമായ സ്വാധീനശേഷിയുള്ള ആളുകൾക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് വലിയ സ്വാധീനശേഷിയുള്ള ഒരു മനുഷ്യനാണ്. സ്വാധീനശേഷി മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാമൂഹ്യ മൂല്യവും വളരെ ഉയർന്നതാണ്. സ്വാഭാവികമായിട്ടും സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയും വളരെ ഉയർന്ന ഒരു വ്യക്തി സ്വാർത്ഥ ചിത്തനും സാമൂഹ്യ ബോധം വളരെ കുറഞ്ഞവനും പൗരബുദ്ധി തീരെയില്ലാത്തവനുമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വലിയ ദ്രോഹം ചെയ്യും. അവരുടെ സ്വാധീനശേഷിയും സാമൂഹ്യ മൂല്യവും സമൂഹത്തിന് ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളുകൾ അപായ സൂചന നൽകണം. എനിക്ക് സാധിക്കുന്ന ഒരു വഴി ഇത് മാത്രമാണ്. സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നില്ല. കാരണം അതൊരു ആശയ ഭിന്നത, അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആർക്കും സംഭവിക്കാം. ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നാളെ മാറ്റി പറഞ്ഞു എന്ന് വരും. എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നാൽ അതിനൊരു മടിയുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം നാളെ ഞാൻ അതിനെ വ്യത്യാസപ്പെടുത്തി പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഞാൻ അറിയുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുന്നു, ബുദ്ധിയിൽ വ്യത്യാസം വരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അത് ബൗദ്ധിക വളർച്ചയാവാം, തളർച്ചയാവാം. എന്തായാലും ബുദ്ധിയിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, നമ്മുടെ മനോഭാവം മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങളിൽ മാറ്റം വരും. അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആദ്യം തന്നെ ആ അഭിപ്രായ വ്യത്യാസം അവനവന് തന്നെ ഒന്ന് ബോധ്യപ്പെടണം. ആ മാറ്റത്തിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടണം. ആ മാറ്റം ഒരു ശരിയായ മാറ്റമാണെന്ന് നമ്മളെ കേൾക്കുന്നവർക്ക് അത് ബോധ്യപ്പെടണം. അത്തരം ഒരു മാറ്റമാണോ സന്ദീപ് ജി വാര്യരിൽ സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മാറ്റമല്ല വന്നേ. ആശയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി മാറിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു അപകടമാണെന്ന് ഞാൻ പറയാൻ കാരണം. ആമാശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം. ആമാശയം എന്ന് പറയുമ്പോൾ വയറിനകത്ത്
കിടക്കുന്ന ആമാശയത്തെക്കുറിച്ചല്ല, അതിനെക്കുറിച്ചല്ല എന്നല്ല, അത് മാത്രമല്ല, ആ ആമാശയം മാത്രമല്ല, കീശയുടെ ആമാശയം അതൊരു പ്രധാനപ്പെട്ട കാര്യം. ആശയുടെ ആമാശയവും കീശയുടെ ആമാശയവും അതുപോലെ തന്നെ നമ്മുടെ അസൽ ആമാശയവും ഇതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ഒരു പൊതുജന പ്രവർത്തന ശൈലി കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊതുപ്രവർത്തന സമ്പ്രദായത്തിന്റെ മികവ് മനസ്സിലാക്കിയതിനു ശേഷമൊന്നും അല്ലല്ലോ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. കാരണം 1947 മുതൽ ഇന്നേ വരെയുള്ള കാലത്ത് എത്രയോ 60-ലേറെ വർഷമാണല്ലോ നമ്മുടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യ ഭരിച്ചത്, അല്ലെ? BJP ഇപ്പോൾ തുടർച്ചയായിട്ട് മോദി മാത്രമായിട്ട്, വാജ്പേയി സർക്കാരിനെ നമുക്ക് മാറ്റിവെക്കാം, മോദി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം എത്ര വലുതാണ്. നമുക്കിതൊന്ന് താരതമ്യം ചെയ്താൽ മതി. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചേക്കും, അതൊക്കെ മറന്നേക്കാം. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതൊന്നും മനസ്സിലാക്കി. 60 വർഷത്തിലേറെ കോൺഗ്രസ് ഭരിച്ചു. 2014 മുതൽ 2024 വരെയുള്ള ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1947 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ എത്രയോ കാലമാണ് കോൺഗ്രസ് ഭരിച്ചത്. അന്നൊന്നും ഈ രാജ്യത്തിനുണ്ടാവാത്ത, ഇവിടുത്തെ പൗരന്മാർക്കുണ്ടാവാത്ത നിലയിലുള്ള മാറ്റങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയവും വേണ്ട, അതിനെ അംഗീകരിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഈ വ്യക്തിയെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരാൻ ഇഷ്ടപ്പെടുന്ന, വളർച്ചാ മോഹമുള്ള ഒരാളാണ്. അങ്ങനെ ആയിരുന്നു എന്നുള്ള ആളാണ് ഇപ്പോഴും. അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നേരെ വളരാൻ അല്ലെങ്കിൽ നേരായി വളരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വളഞ്ഞായാലും വളർന്നാൽ മതി എന്ന് വിചാരിക്കുന്ന തരം വളർച്ചാ മോഹികളിൽ ഒരുവനാണ് ശ്രീ സന്ദീപ് ജി വാര്യർ എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു വിശ്വാസം. വളരാൻ മോഹമുള്ള ആളുകൾക്ക്, വളർന്നേ മതിയാകൂ എന്ന് പറയുന്ന വാശിയുള്ള ആളുകൾക്ക് നേരെ വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നേരായി വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ വളരും. എങ്ങനെ വളർന്നു എന്നുള്ളതല്ല, എത്രത്തോളം വളർന്നു എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ BJPയേക്കാൾ നല്ലത് തീർച്ചയായിട്ടും കോൺഗ്രസ് ആണെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ പുറത്താണ് അദ്ദേഹം മാറുന്നത്. അല്ലാതെ ആശയപരമായിട്ടുള്ള ഒരു മാറ്റമല്ലാതെ ആമാശയാസ്പദമായിട്ടുള്ള മാറ്റമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോങ്ങൻ ശ്രദ്ധിച്ചിരുന്നു. സന്ദീപ് ജി വാര്യരുടെ ചിരി നല്ലോണം പച്ചച്ചു. സന്ദീപ് വാര്യരുടെ ജീവിതം തീർച്ചയായിട്ടും പച്ചച്ചിട്ടുണ്ടാവാം. സന്ദീപ് ജി വാര്യരുടെ രാഷ്ട്രീയ ഭാവി തീർച്ചയായിട്ടും വളരെയേറെ പച്ചച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീശയും പച്ചച്ചിട്ടുണ്ടാവാം. എന്തായാലും പച്ചയായ ഒരു മനുഷ്യനായി പച്ച ചിരിയോടുകൂടി അദ്ദേഹം നമ്മളുടെ ഇടയിൽ വളരെ സജീവമായി അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പച്ച പിടിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഇന്ന് സന്ദീപ് ജി വാര്യർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അദ്ദേഹം നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ വലിയ ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കങ്ങളിലൂടെ, കരുനീക്കങ്ങളിലൂടെയാണ്. അപ്പൊ ആ ബുദ്ധിയെ ചെറുതായിട്ട് കാണാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അദ്ദേഹം കൃത്യമായി കരുതിക്കൂട്ടിയിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായി തനിക്ക് ഇന്നത് നേടണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൃത്യമായിട്ട് ബുദ്ധിയിൽ ഉറപ്പിച്ച് അത് ലക്ഷ്യസ്ഥാനമാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മമായി അദ്ദേഹം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നിസ്സാരമായിട്ട് അവഗണിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിക്കുപറ്റും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈരികൾക്ക്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സുകാരനായി മാറിയ സന്ദീപ് ജി വാര്യർ BJP പാളയത്തിലേക്ക് നോക്കി കുരയ്ക്കുന്ന കുര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? BJPയിൽ ഇരുന്ന് കോൺഗ്രസ്സുകാരെയും കമ്മികളെയും സുഡാപ്പികളെയും എങ്ങനെ നേരിട്ടോ അതേ ആവേശത്തോടെയും അതേ ആർജവത്തോടും കൂടിയാണ് അദ്ദേഹം BJPക്ക് നേരെയും കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെയും ഇപ്പോൾ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും വന്നിട്ടില്ല, ഒരു ചളിപ്പും വന്നിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നോ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി അദ്ദേഹം നാവടിച്ചത്, അതേ രീതിയിൽ BJP മുക്ത ഭാരതത്തിന് വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് നാവടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുവരെ അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിക്കണ്ടേ? അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചറിവുണ്ടാവുന്നത്? ഇതുവരെയും പറഞ്ഞതിനെ എങ്ങനെയാ മാറ്റി പറയാൻ പറ്റുക? അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആശയമല്ല, ആമാശയമാണ്. ഒരു സംശയമില്ല, 100%. സ്നേഹത്തിന്റെ കടയിൽ ചെന്നിട്ടും അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? വെറുപ്പല്ലേ വിൽക്കുന്നേ. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിച്ച് കേട്ടത്, ഞാൻ ചെമന്ന മാംസം കഴിക്കുന്ന ഒരാളല്ല, എനിക്ക് ചെമന്ന മാംസം ഇഷ്ടമല്ല. എന്നാൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറി കഴിച്ചു എന്ന് പറയില്ല. അത് കേട്ട് കൈയടിക്കാൻ ആളുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ വെറുപ്പല്ലേ അത്? വ്യക്തി വിരോധമല്ലേ തീർക്കുന്നേ? അല്ലെ? പോങ്ങനെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിവരദോഷം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമ്മളുടെ ഒരു വിവരക്കുറവാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉള്ളി എന്നൊക്കെ വിളിച്ച് കളിയാക്കാം. പക്ഷേ ഈ സാമൂഹ്യ മൂല്യം ഉയർന്ന ആളുകളോ, അവരൊക്കെ പോങ്ങന്മാരായി മാറുകയാണോ ചെയ്യേണ്ടത്? എത്ര ബാലിശമായിട്ടുള്ള ചിന്തയാണ്, എത്ര പക്വതയില്ലാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കേട്ട് കൈയടിക്കുന്ന ആളുകളെ വിട്ടേക്കാം. അത് പൊതു സമൂഹത്തിൽ നമ്മുടെ സന്ദീപ് വാര്യന്മാരാണ് കൂടുതലെന്ന് നമുക്ക് വിചാരിക്കാം. തലയ്ക്ക് വെളിവുള്ളവർ അത് അംഗീകരിക്കാൻ പാടുണ്ടോ? തലയ്ക്ക് ബോധമില്ലാത്ത പോങ്ങന്മാർക്ക് പോലും അത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ പ്രബുദ്ധർക്ക് അത് തിരിച്ചറിയേണ്ടേ? ഇയാള് ഇത് ശരിയല്ല, ഇയാൾ ഈ വെറുപ്പാണ്, ഇത് ഇങ്ങനെയല്ല, ഇത് കൈകാര്യം ചെയ്യേണ്ടെന്നൊരു തോന്നൽ വേണ്ടേ? അതല്ലേ അതിന്റെ ശരിയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്നേഹക്കടയിൽ ചെന്നിരുന്ന് വെറുപ്പ് വിൽക്കുക,
അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആമാശയാസ്പദമാണ്, ആശയസംബന്ധിയായിട്ടുള്ള പ്രശ്നമല്ല. കൊട്ടേഷൻ സംഘത്തെ കണ്ടിട്ടുണ്ടോ? അവരെങ്ങനെയാണ് ഒരാളെ പോയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളെ ചെന്ന് തല്ലുക, കൊല്ലുക? കൊട്ടേഷൻകാരെങ്ങനെയാണ് ചെയ്യുക? വ്യക്തിവിരോധമല്ലല്ലോ, മേടിച്ച കാശിനോടുള്ള കൂറ്. കാശ് തന്നവന്റെ ശത്രു നമ്മുടെ ശത്രുവായി മാറുന്നു എന്ന് തല്ലുകാരൻ വിചാരിക്കുന്നു, അല്ലെ കൊല്ലുകാരൻ വിചാരിക്കുന്നു. അവൻ പോയി കൊല്ലുന്നു, തല്ലുന്നു. ഇതേ പണിയല്ലേ സന്ദീപ് ചെയ്യുന്നത്, അല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് സ്വപ്നവുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രായ്ക്ക് രാമാനും ഇങ്ങേ തലയ്ക്കൽ വന്നിട്ട് BJP മുക്ത ഭാരതം ആണ് ഇനി എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ നാക്ക് വാടകയ്ക്ക് കൊടുത്തതാണ്. ഒരു സംശയമില്ല, 100%. ആശയുടെ ആമാശയത്തിന്റെ വിശപ്പും ഗീശയുടെ ആമാശയത്തിന്റെ വിശപ്പും അസലാമാശയത്തിന്റെ വിശപ്പും മാറ്റാൻ ഒരുപോലെ ആഗ്രഹിക്കുന്ന വളരെ വിദഗ്ധനായിട്ടുള്ള, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് തീർച്ചയായിട്ടും സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളിലാണ് അപകടം.